ലഹരിക്കായി യുവാക്കൾ ഉപയോഗിക്കുന്നത് ക്യാൻസർ ബാധിതർക്ക് നൽകുന്ന വേദനാസംഹാരി ഗുളികകളും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നെടുങ്കണ്ടം പോലീസ് നടത്തിയ പരിശോധനയിൽ 2 കേസുകളിലായി 3 യുവാക്കൾ പിടിയിൽ. ഇവരിൽ നിന്ന് കണ്ടെടുത്തത് 22,000 രൂപ വിലയുള്ള മരുന്നുകളും കഞ്ചാവും. നെടുങ്കണ്ടം എസ് ഐ ലിജോ പി മണിയുടെ നേതൃത്വത്തിൽ ഇന്നലെ രാത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലാകുന്നത്. നെടുങ്കണ്ടം ഉമ്മാക്കട ഭാഗത്ത് റോഡരികിൽ നിൽക്കുന്ന യുവാക്കളെ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടതിനെ തുടർന്ന് പോലീസ് പരിശോധിക്കുകയായിരുന്നു. ഇവരുടെ പക്കലുണ്ടായിരുന്ന കവറിൽ നിന്നും ടാബ്ലറ്റുകളും സിറിഞ്ചുകളും അടങ്ങിയ പാക്കറ്റുകളും കപ്പളത്തണ്ട് ഘടിപ്പിച്ച കുപ്പികളും കണ്ടെടുത്തു. ഇതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. വേദനസംഹാരി ഗുളികകൾ സോഡിയം ക്ലോറൈഡ് ലായനിയിൽ ലയിപ്പിച്ച ശേഷം ശരീരത്തിലേക്ക് കുത്തിവെച്ച് ലഹരി കണ്ടെത്തുകയായിരുന്നു യുവാക്കൾ. ഇതിനായി വേദന കുറഞ്ഞ ഇൻസുലിൻ ഇഞ്ചക്ഷൻ സിറിഞ്ചുകളാണ് ഉപയോഗിച്ചിരുന്നത്. കവറിൽ നിന്നും കണ്ടെടുത്ത സിഗരറ്റ്, ബീഡി എന്നിവയിൽ കഞ്ചാവ് നിറച്ചിട്ടുള്ളതായും കണ്ടെത്തി. പ്ലാസ്റ്റിക് കുപ്പിയിൽ കപ്പളത്തണ്ട് ഘടിപ്പിച്ച് കഞ്ചാവ് കത്തിച്ച് വലിച്ചിരുന്നതായും യുവാക്കൾ പറഞ്ഞു. വേദന സംഹാരി കുത്തിവെച്ച ശേഷം ഇങ്ങനെ കഞ്ചാവ് വലിച്ചാൽ 2 ദിവസത്തോളം ലഹരി നിൽക്കുമെന്നും യുവാക്കൾ പോലീസിനോട് പറഞ്ഞു. ക്യാൻസർ ബാധിതർക്ക് കീമോതെറാപ്പിക്ക് ശേഷം നൽകുന്ന വേദന സംഹാരി ഗുളികകളാണ് ഇങ്ങനെ ഉപയോഗിച്ചിരുന്നത്. കട്ടപ്പനയിലെ ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്നുമാണ് ഇവർ ഈ ഗുളിക വാങ്ങിയത്. ദിവാകർ എന്നയാളാണ് 22,000 രൂപ നൽകി ഈ ഗുളിക വാങ്ങുവാൻ ഇവരെ പറഞ്ഞയച്ചതെന്നും പോലീസിനോട് സമ്മതിച്ചു. ദിവാകറിനായുള്ള അന്വേഷണവും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. പച്ചടി ചിന്നപ്പച്ചടി ഭാഗങ്ങളിൽ വാഹനാപരിശോധന നടത്തിയിരിക്കുന്നു. അപ്പൊ ആദ്യം ബൈക്കിൽ വന്ന് ഒരു സംശയം വന്ന് ഒരു പരിഹാരം കണ്ട് ചെക്ക് ചെയ്തപ്പോൾ ആളുടെ നിന്ന് കുറച്ച് കഞ്ചാവ് കിട്ടുകയുണ്ടായി. അത് വെച്ചപ്പോൾ ആള് വലിക്കാനുള്ള ഒരു കൈവശമിക്കാനുള്ള അധികാരപത്രമൊന്നും ഇല്ലാണ്ട് അത് നമ്മൾ ഓർമ്മിപ്പിച്ച് നിർത്തി. അതിനുശേഷം വീണ്ടും അടുത്ത് വന്ന മറ്റു വണ്ടിയിൽ പരിശോധിച്ചപ്പോൾ അവിടെ ഒരു കവർ കണ്ടു. ആ കവർ പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള സിറിഞ്ചും മെഡിസിൻ കണ്ടത്. അത് ഷെഡ്യൂൾഡ് ഡ്രഗ്സ് ആണോ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ അതിന് അവിടെ നിന്നും കുറച്ച് കഞ്ചാവ് വിൽപ്പനയ്ക്കായിട്ടുള്ള കുറച്ച് കഞ്ചാവ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു നല്ല ഹാർഡായിട്ടുള്ള ഒരു പെയിൻ കില്ലറാണ്. അത് പൊടിച്ച് നമ്മുടെ അതിന്റെ സൈൻ വാട്ടർ ഉപയോഗിച്ച് മിക്സ് ചെയ്തിട്ട് സിറിഞ്ചിലെടുത്ത് ഇഞ്ചക്ട് ചെയ്യുന്നു എന്നാണ് അവർ പറയുന്നത്. തീർച്ചയായിട്ടും അതിനുള്ള സ്പെഷ്യൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. തുറന്നുകൊണ്ടിരിക്കുന്നത്. സംഘത്തിൽ കൂടുതൽ യുവാക്കൾ ഉൾപ്പെട്ടിട്ടുള്ളതായി പോലീസ് പറഞ്ഞു. ഇവർക്കായുള്ള അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ നടത്തിയ മറ്റൊരു പരിശോധനയിൽ കഞ്ചാവ് കൈവശം വെച്ച് ഉപയോഗിച്ചതിന് മറ്റൊരു യുവാവിനെയും ഇതേ പ്രദേശത്തു നിന്നും പിടികൂടി. മഞ്ഞപ്പാറ മന്നിക്കൽ ജസ്മിനെയാണ് പിടികൂടിയത്. വരും ദിവസങ്ങളിലും ശക്തമായ പരിശോധനകൾ ഉണ്ടാകുമെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.